पति ब्रह्मचारी। ഇടിയിപ്പോ നീയും നിന്റെ കടമ നിർവഹിച്ചു. അച്ഛനോട് മാപ്പ് ചോദിക്കുക, എന്നിട്ട് അച്ഛനോട് പ്രാർത്ഥിക്കുക. വാ മോളെ, പെട്ടെന്നാവട്ടെ. അനുരാഗ്, നീ ഇതെന്താ നോക്കുന്നേ? അച്ഛനും മോളും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. ലോകം മുഴുവനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അച്ഛൻ എന്ന വ്യക്തിയുടെ വാക്കനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്താ സംഭവിക്കുന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയട്ടെ. അത് പോട്ടെ മോളെ. അപ്പൊ നീ അവിടെ മുട്ടൂത്തി നിന്നിട്ട് എന്റെ കാലിൽ പിടിച്ച് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കും. ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് പഴയതുപോലെ അങ്ങ് സ്വീകരിച്ചേക്കാം. എന്താ? എങ്കിൽ പെട്ടെന്നാവട്ടെ. ഏയ്, എന്താ നോക്കി നിൽക്കുന്ന പാവക്കുട്ടി? വാ, അച്ഛൻ്റെ അടുത്തേക്ക് വാ. അനുരാഗ്, വേണ്ട. ഞാൻ വരാൻ വന്നതല്ല, ഇവിടുന്ന് പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ പോകുന്നതിന് മുമ്പ് അച്ഛനോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. താങ്ക് യു അച്ഛ, എന്നെ സൂരജിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിന്. അങ്ങനെ ചെയ്യരുതേ അച്ഛാ. അച്ഛാ പ്ലീസ്. ഞാൻ നിന്റെ തലയില് ഈ ഗുണ്ടാ ബ്രഹ്മചാരിയെ കെട്ടിവെക്കുക. സ്വയം ഭഗവാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ശിക്ഷിക്കാനായി അച്ഛൻ എടുത്തൊരു തീരുമാനമുണ്ടല്ലോ. ഭഗവാൻ അതിനെ തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായി മാറ്റി. സൂരജ് ഗുണ്ടയാണ്, പക്ഷെ രോഹനെ പോലെയോ നിങ്ങളെ പോലെയോ സ്വാർത്ഥനല്ല. അവന്റെ നാവില് നല്ല ഭാഷ വരില്ല, പക്ഷേ അവന്റെ കണ്ണിൽ ഞാൻ കണ്ട സംസ്കാരത്തിന്റെ ഭാഷയുണ്ടല്ലോ. അതെ, ഞാൻ ഗുണ്ടയാണ്. ഇടിയോ തല്ലോ കുത്തോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ മാനം ഉണ്ടല്ലോ, അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാന്യനാണെന്ന് നടിക്കുന്ന ആളുകളുടെ അടുത്തില്ല. അവൻ ബ്രഹ്മചാരിയാണ്. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ ഏതൊരു സ്ത്രീയുടെയും നേർക്ക് മോശമായി നോക്കുന്ന കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കാനുള്ള ധൈര്യം അവനുണ്ട്. ഈശാ മാഡത്തിന്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാകണം? എങ്ങനെ ധൈര്യം ഉണ്ടായെന്ന്? അവൻ ശരിക്കും സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിലേ ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. പകരം എന്റെ ശവമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അയ്യോ, എത്ര വിചിത്രമാണല്ലേ. ഞാൻ ഒരുത്തനെ വല്ലാതെ സ്നേഹിച്ചു. അവൻ എന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ടു. എന്നാൽ ഞാൻ വല്ലാതെ വെറുത്തവനോ, അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി. ഒരു നിരാലംബയായ പെൺകുട്ടിയെ 4-5 ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒടുവിൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടന്നവനൊരു ഗുണ്ടയാണെങ്കിൽ എന്റെ പുറത്ത് കണ്ട ശരീരഭാഗം സ്വന്തം മര്യാദയുടെ പുതപ്പ് കൊണ്ട് മറിച്ച് എന്നെ ഭദ്രമായി ഇവിടെ പറഞ്ഞയച്ചവൻ ഗുണ്ടയാണെങ്കിൽ എന്റെ വെറുപ്പുകൾക്കും ശകാര വാക്കുകൾക്കും മനുഷ്യത്വം കൊണ്ട് മറുപടി പറയുന്നവൻ ഗുണ്ടയാണെങ്കിൽ ശരിയാ, ആ ഗുണ്ടയുടെ കൂടെ തന്നെയാ ഞാൻ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. ബന്ധങ്ങളെ തിരിച്ചറിയുന്നതും
ലോകത്തെ മനസ്സിലാക്കുന്നതും മനുഷ്യന്റെ ഉള്ളറിയുന്നതിലും ഒക്കെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഞാൻ സൂരജിനെ വിവാഹം കഴിക്കണം എന്നുള്ളത് അച്ഛന്റെ തീരുമാനമായിരുന്നു. പക്ഷേ ഈ വിവാഹം നിലനിർത്തുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്. കുട്ടിക്കാലത്ത് അമ്മ പറയുമായിരുന്നു, കല്യാണം വെറും പാവകളിയല്ലെന്ന്. അത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണെന്ന്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അച്ഛൻ, ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതല്ല, മറിച്ച് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാനായി വന്നതാ. അങ്ങനെ ഈ വിവാഹ ബന്ധത്തെ ജീവിത അവസാനം വരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി വന്നതാ. താങ്ക് യു ഗോപാലകൃഷ്ണ, എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നതിന്. Krishna Govinda Hare Murari Sri Krishna Govinda Hare Murari He Nath Narayana Vasudeva Sri Krishna Govinda Hare Murari He Nath Narayana Vasudeva ഞാൻ ഡോക്ടറോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ മാഡം, ഞാൻ അച്ഛനെ കാണാൻ പോവാം. സൂരജേട്ടാ, എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. ഇഷ മാഡം ഇപ്പൊ അച്ഛന്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മാഡത്തിനോട് ക്ഷമിച്ചിട്ടുണ്ടാവും. എന്തായാലും മാഡത്തിന്റെ ജീവിതം പഴയതുപോലെ ആയല്ലോ, അത് നന്നായി. അല്ലാതെ ജീവിതകാലം മുഴുവൻ മാഡത്തിന് ഇവിടെ കഴിയാൻ പറ്റുമോ? ആ സൂരജേട്ടാ, ഇഷ ചേച്ചി ഇവിടുന്ന് പോയത് ശരിയാണ്, പക്ഷെ ചേട്ടന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? അവര് നിന്റെ ചേട്ടത്തിയൊന്നുമല്ല. ചേട്ടൻ വന്നു. എന്താ പറ്റിയതേട്ടാ? നിനക്കിതെന്താ പറ്റിയേ? സൂരജ്, മണ സൂരജ്, എന്തോറ്റി? എന്തോറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തുണ്ടായി? ഒന്ന് മതിയാക്ക്. ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. അതേക്ക് പോവാലോ. ശരി, വരൂ, കൊണ്ടുവരൂ. നടക്ക. നിക്കേ. വലിയമേ, സൂക്ഷിച്ചു വലിയമേ. സൂരജ് മോനെ, സൂരജ്. വിദ്യ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് നിൽക്ക.
വാ മോനെ പതുക്കെ പതുക്കെ വാ വാ മോളെ. ഇഷ മാഡം നിങ്ങൾ എന്താ പിന്നെ ഇവിടെ? നിങ്ങൾ സാറിന്റെ അടുത്ത് പോയില്ലേ? ഈ പെണ്ണ് എന്താ ഇപ്പഴും ഇവിടെ നിക്കുന്നേ? ഞാൻ സൂരജിന്റെ ഭാര്യയാണ്. ഈ വീട്ടിലെ മരുമകളാണ്. ഞാൻ എന്റെ വിവാഹബന്ധത്തെ എല്ലാ സത്യസന്ധതയോടും കൂടി ആത്മാർത്ഥമായി നിറവേറ്റാനായി വന്നതാണ്. രാവിലെ ഉണ്ടാക്കി പുകലൊന്നും പോരായിരുന്നോ? വീണ്ടും പുതിയ എപ്പിസോഡുകളായിട്ട് കയറി വന്നേക്ക. വലിമേ വലിമേ നീ എന്നെ തൊട്ടു പോകരുത്. ഇഷ മാഡം പ്ലീസ് നിങ്ങളുടെ ഈ നാടകം ഒന്ന് നിർത്തൂ. എന്നിട്ട് വേഗം നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. സൂരജ്, നിങ്ങൾ ഇത്രയും സ്ട്രെസ് എടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അതിഥി, ചേട്ടത്തി, പ്രിയ, കാവ്യ ഒന്ന് പറയൂ. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പെണ്ണ്, ഇവളെങ്ങനെ എന്റെ സൂരജിന്റെ ഭാര്യയാകുന്നത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. നിനക്ക് കുറെ കാശല്ലേ വേണ്ടത്? പക്ഷെ അതിന് പകരമായി നീ ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ചേട്ടത്തി അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുവരെ ഈ കല്യാണത്തെക്കുറിച്ച് ആരും ചേട്ടത്തിയോട് പറഞ്ഞു പോരുന്നു. വലിമേ അത് മരുമോളെ കൂട്ടിക്കൊണ്ട് വാ. ഒന്നെങ്കിൽ മരുമകൾ ഇവിടെ വരണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകും. എനിക്കറിയാം, നമ്മള് രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ മറന്നൊരു പുതിയ തുടക്കം കുറിച്ചൂടെ? ഇപ്പൊ നമ്മൾ അമ്മാവിയമ്മയും മരുമകളും ആയി കഴിഞ്ഞു. ഞാൻ ഈ ബന്ധത്തിനെ വളരെ വിശുദ്ധമായിട്ട് തന്നെയാ കാണുന്നത്. തെറ്റ് സമ്മതിക്കാൻ ആരും തയ്യാറല്ല, പ്രത്യേകിച്ച് നിങ്ങൾ ജാനകി ആന്റി. നിങ്ങൾ ഇവരുടെയൊക്കെ ഹെഡല്ലേ. അതുകൊണ്ട് ശിക്ഷ കിട്ടേണ്ടത് നിങ്ങൾക്കാ. ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ ഈ നിമിഷം 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. നിങ്ങൾ എന്തായി ചെയ്തത്? ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തൂടെ? എവിടെ ശ്രദ്ധിച്ചിട്ടാ ഓരോന്ന് ചെയ്യുന്നത്? നിന്നെ പോലുള്ളവർക്ക് ശിക്ഷ മാത്രം കൊടുക്കേണ്ടത്. പ്ലീസ്, എനിക്കൊരു അവസരം കൂടി തരൂ. ഇഷാമോൾ തരാൻ പറഞ്ഞ സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
ഇത് എന്നോട് കൊടുത്തിട്ട് വരാനാ പറഞ്ഞത്. വീട്ടിലെ സാരി മോഷ്ടിച്ചത് പോരാ എന്നിട്ട് വേറെ ന്യായങ്ങൾ പറയണോ? ഒരിക്കൽ ഞാൻ നിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടില് അതിലും വലിയ സ്ഥാനമൊന്നും നിനക്കൊണ്ടാവില്ല. മരുമോളെന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ വെച്ചോ. കടന്നു പോ ഇവിടുന്ന്. എന്താ ഇത് ചേട്ടത്തി? എന്താ ഇങ്ങനെ? എന്താ ഈ കാണിച്ചത്? ആദ്യമായിട്ടും അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയോ, ഈ വീടിന്റെ പടി കടന്ന് ഇവിടെ വരാൻ നീ ഇനി ധൈര്യം കാണിക്കരുത്. എന്തൊക്കെയാ ഈ പറയുന്നത് ചേട്ടത്തി? ഇങ്ങനെ മുഖം തിരിച്ചു നിന്നതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ലല്ലോ. ഈ കുട്ടി ഈ വീട്ടിലെ മരുമകളാണ്. അങ്ങനെ ഒരാളെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലോ? ഇല്ല, അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിച്ചേ പറ്റൂ. കാരണം ബലമായിട്ടാണെങ്കിൽ നിങ്ങളുടെ അനുജന്റെ മകൻ സൂരജ് ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. അതും എല്ലാ ചടങ്ങുകളും ചെയ്ത് താലി കെട്ടി സിന്ദൂരം ചേർത്തി വലം വെച്ച് എല്ലാം അനുഭവിക്കുന്നത് ഈ കുട്ടിയാണ്. എന്നിട്ട് ഈ കുട്ടിയാണോ പിടിച്ച് പുറത്താക്കിയത്? ഈ കുട്ടിക്ക് വേണമെങ്കിൽ എല്ലാ ബന്ധനങ്ങളും ഒഴിവാക്കി അവർക്ക് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് പോകാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. എന്നിട്ടും ഇവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വന്നതാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇല്ല, തീരുമാനമായി കഴിഞ്ഞതാ. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെങ്കിൽ ഇവനും ഈ വീട്ടിലിരിക്കാൻ ഒരു അർഹതയില്ല. കാരണം ഇവനുണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതിന് ഗുലാബ് സിംഗിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയവനാണ്. പണത്തിന് വേണ്ടി കല്യാണം കഴിച്ചാണ് അവൻ. സൂരജ്, നിക്ക്, മാറി നിക്ക്. അവനെ ആരും തുടരുത്. മാറി നിക്ക്. എല്ലാരും അകത്ത് പോകാൻ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? അവന്റെ അവസ്ഥയെങ്കിലും ഒന്ന് നോക്ക്. അവൻ ആശുപത്രിയിൽ നിന്നാ ഇപ്പൊ വരുന്നത്. ഈ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായ ഈ പെണ്ണിനു വേണ്ടി അവനെയാണോ ശിക്ഷിക്കുന്നത്? സൂരജ്, വാ മോനെ, അകത്ത് വാ. ഇല്ല ചേട്ടത്തി, ഈഷയ്ക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നാണെങ്കിൽ സൂരജിന്റെ മുന്നിൽ ഈ വീടിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കും. ഈഷ നിങ്ങളുടെ മരുമോൾ അല്ലെങ്കിൽ സൂരജ് എന്റെ മകനുമല്ല. നിങ്ങൾ ഇവന്റെ ശരീരത്തിലുള്ള മുറിവുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയുടെ മനസ്സിലേറ്റ മുറിവുകളും ചതവുകളൊന്നും ആരും കാണുന്നില്ല. ഈ പെൺകുട്ടി അവളുടെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളിപ്പോ സ്വന്തം കാലിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പെൺകുട്ടിയും കൂടെ. ഇവളുടെ പണം കൊണ്ടാണ് നിങ്ങളെ ചികിത്സിച്ചത്. അല്ല, ഇവിടെ കാരണം പൈസ കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷെ അതിവര് അറിഞ്ഞു തന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവളെ മരുമകളായിട്ടും കണക്കാക്കില്ല, ആ പണം ഇവരുടെ ഔദാര്യമായിട്ടും കണക്കാക്കില്ല. ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ കണക്കാക്കണ്ട. പക്ഷെ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഒരു കാര്യം വ്യക്തമാണ് ചേട്ടത്തി, വീടിനകത്തേക്ക് പോകുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്ത് തന്നെ നിൽക്കട്ടെ. സൂരജ്, സൂരജ്,
വരാൻ പറ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും അസുഖം വരും. പ്ലീസ്. അമ്മായിക്ക് ദേഷ്യം ഈശയോടല്ലേ, പക്ഷെ അത് കണ്ടോ, അതിന്റെ ശിക്ഷ സൂരജും കൂടെ അനുഭവിക്കുന്നത്. സൂരജ് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നേ ഉള്ളൂ. മഴ നനഞ്ഞാലേ അവന്റെ അവസ്ഥ വീണ്ടും ദയനീയമാവും. ദയവായി അവനെ വീട്ടിനകത്തേക്ക് വിളിക്കമ്മേ. സൂരജ്, സൂരജ് പതുക്കെ. ചിറ്റപ്പ, ചിറ്റപ്പ, ദേ, അവന് ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ മഴയിൽ നനയുന്നത് ഒട്ടും നല്ലതല്ല ചിറ്റപ്പ. വാശി കാണിക്കാതെ സമ്മതിക്ക് ചിറ്റപ്പ. പതുക്കെ സൂരജ്, സൂക്ഷിച്ച്. तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी, कैसी है ये दास्तां, ये दास्तां. നീ ഓക്കെയാണോ? നിങ്ങൾ എന്തിനാ പിന്നെയും തിരിച്ചു വന്നത്? ഞാൻ നിന്റെ ഭാര്യ. നിന്റെ അടുത്തല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടാ പോവേണ്ടത്? ഭാര്യയോ? ഇന്നലെ വരെ നിങ്ങൾക്ക് ഈ വീടിനോടോ ഈ കുടുംബത്തിനോടോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്താ എങ്ങനെ? എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് രക്ഷയില്ലല്ലോ. एक है ज़मीन, एक है आसमां, दोनों ही है, दोनों से जुदा, रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां, ये दूरियां. ഇന്നലെ ഇന്നും തമ്മിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കള്ളമാണെന്ന് കരുതിയതൊക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളായിരുന്നു. സൂരജ്, അയ്യോ, സൂരജ്, അയ്യോ, സൂരജ്.